നമസ്കാരം. ന്യൂസ് ഗ്ലോബ് ടിവിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2023 ഏതാണ്ട് 222 സിനിമകൾ റിലീസാവുകയും 1100 കോടി രൂപയോളം നഷ്ടം സംഭവിക്കുകയും ചെയ്ത മോളിവുഡ് എന്ന മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ 2024 ആയപ്പോഴേക്കും 208 സിനിമകളാണ് ഇന്നുവരേക്കും റിലീസായത്. ഈ 208 സിനിമകൾ റിലീസായപ്പോൾ ഇൻഡസ്ട്രിക്കുണ്ടായ നഷ്ടം 1300 കോടിയോളം രൂപ. ഈ പണം എവിടെ നിന്ന് വന്നു, എങ്ങോട്ട് പോയി എന്നൊക്കെ ഒന്ന് അന്വേഷിക്കുന്നത് നന്നായിരിക്കും സിനിമാക്കാരെ. അതുമാത്രമല്ല, 2024 11 സിനിമകൾ മാത്രമാണ് സൂപ്പർ ഹിറ്റ് ചാർട്ടിൽ ഇടം പിടിച്ചിരിക്കുന്നത്. 20 സിനിമകളോളം നിർമ്മാതാക്കൾക്ക് ലാഭം നേടിക്കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. ബാക്കി എത്ര സിനിമകൾ തകർന്നടിഞ്ഞ് നിർമ്മാതാക്കളുടെ പണം പോയി എന്ന് കണക്ക് കൂട്ടുമ്പോൾ വലിയ അളവിൽ നമുക്ക് കാണാൻ കഴിയുന്നത് മലയാള സിനിമയുടെ ഉയർച്ചയാണോ അതോ കൂപ്പുകുത്തലാണോ എന്നുള്ളത് ഒന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഈ കഴിഞ്ഞ വർഷങ്ങളിൽ മുൻപൊക്കെയാണെങ്കിൽ ആവറേജായി 100ഉം 120ഉം സിനിമകളൊക്കെ റിലീസായിക്കൊണ്ടിരുന്ന സമയത്ത് 40ഉം 50ഉം സിനിമകളൊക്കെ നിർമ്മാതാവിന് ലാഭമുണ്ടാക്കി കൊടുത്ത സിനിമകളായിരുന്നു. കാലഘട്ടങ്ങൾ പിന്നിടുന്നതോടുകൂടി സിനിമകളുടെ രൂപം മാറി, ഭാവം മാറി എന്നൊക്കെ പറഞ്ഞാൽ അതൊട്ടും അതിശയോക്തിയാവില്ല എന്ന് കരുതുന്നു. കാരണം മഞ്ഞുമൽ ബോയ്സിന്റെ ലാഭം എന്ന് പറയുന്നത് ഏതാണ്ട് 241.10 കോടിയാണ്. തമിഴിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ ആ സിനിമയ്ക്കും വന്നത്. മലയാളം സ്ട്രേറ്റ് റിലീസ് ചെയ്ത് തമിഴിലും നല്ല ലാഭം നേടിക്കൊടുത്ത സിനിമയായിരുന്നു മഞ്ഞുമൽ ബോയ്സ്. അതേപോലെ ആടുജീവിതം 158.48 കോടി രൂപയാണ് മൊത്തം കളക്ഷനായി വന്നത്. ആവേശം സിനിമയ്ക്കാണെങ്കിൽ 156 കോടി രൂപയാണ് അതിന്റെ വരുമാനമായി കാണിച്ചിരിക്കുന്നത്. അപ്പോ 100 കോടി കടന്ന സിനിമകൾ 4-5 സിനിമകൾ ഉണ്ടെങ്കിലും ഇപ്പോ റിലീസായതിൽ മാർക്കോയും അതുപോലെ തന്നെ റൈഫിൾ ക്ലബും പ്രതീക്ഷിച്ച വിജയം കൈവരിക്കുന്നു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഹിറ്റ് ചാർട്ടിൽ ഇടം പിടിക്കും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. എന്നാൽ വളരെയധികം പ്രതീക്ഷയോടെ പുറത്തു വന്ന മോഹൻലാൽ സംവിധായകനായ ബറോസ് എന്ന സിനിമ കൂപ്പുകുത്തി താഴേക്ക് പോകുന്ന രീതിയിലേക്കാണ് പോകുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ വർഷം ഹിറ്റ് ചാർട്ടിൽ ഇടം പിടിച്ച സിനിമകൾ ഇവയൊക്കെയാണ്: ആടുജീവിതം, കിഷ്കിന്ധാകാന്ഡം, മഞ്ഞുമൽ ബോയ്സ്, പ്രേമലു, ARM, ഭ്രമയുഗം, ആവേശം, ടർബോ, ഗഗനചാരി, തലവൻ, വർഷങ്ങൾക്ക് ശേഷം, ഗുരുവായൂർ അമ്പലനടയിൽ, പണി എന്നിങ്ങനെയുള്ള ഈ സിനിമകളൊക്കെയാണ് അത്യാവശ്യം നിർമ്മാതാവിന് ലാഭമുണ്ടാക്കി കൊടുത്തത്. മലയാള സിനിമയിലാണെങ്കിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഒരു സിനിമ നിർമ്മിക്കുമ്പോൾ ആ സിനിമയുടെ മൊത്തം ചെലവിന്റെ 70% അതിലെ നടീനടന്മാർക്കും ബാക്കി 30% മാത്രം അതിന്റെ പ്രൊഡക്ഷനും വേണ്ടി ചിലവാക്കുന്നു. ഹോളിവുഡ് പോലെയൊക്കെയുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ സിനിമയുടെ 70% മേക്കിങ്ങിനും 30% മാത്രം താരങ്ങൾക്കുമായി കൊടുക്കുന്ന രീതിയാണുള്ളത്. ഇവിടെ ഇപ്പോ OTTയും ഇല്ല, സാറ്റലൈറ്റ് റേറ്റുകളും കുറഞ്ഞിരിക്കുന്നു. സാറ്റലൈറ്റും OTTയും ഒക്കെ കൂടി നിന്നപ്പോൾ ചില ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാക്കി അതിനകത്തേക്ക് സ്ഥാനം പിടിച്ച ആളുകളുമൊക്കെ ഇപ്പോൾ അവരുടെ സിനിമകൾ തലകുത്തി വീഴുമ്പോൾ ആ OTTക്കും വിലയില്ല, അതുപോലെ തന്നെ ആ സാറ്റലൈറ്റ് റൈറ്റുകളും ഇപ്പോൾ കിട്ടാതെയായി. ഇത് എല്ലാം കൂടി കണക്ക് കൂട്ടുമ്പോൾ ഈ സിനിമകൾ നിർമ്മിക്കുന്ന നിർമ്മാതാക്കളുടെ നഷ്ടം വളരെയധികം വലുതാണ്. ഏതാണ്ട് 385ഓളം സിനിമകൾ ഇതുവരെയും OTTയും വിറ്റിട്ടില്ല, സാറ്റലൈറ്റും കൊടുത്തിട്ടില്ല എന്നുള്ള നിലയിലേക്ക് മാറി നിൽക്കുന്നു. ഈ കണക്കുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എത്ര രൂപയാണ് മലയാള സിനിമയ്ക്ക് നഷ്ടമുണ്ടാക്കി വെച്ചേക്കുന്നത് എന്നുള്ളത്. അങ്ങനെ 2024 എന്ന വർഷം മലയാള സിനിമയ്ക്ക് 1300 കോടിയിലധികം രൂപ നഷ്ടപ്പെടുത്തിക്കൊണ്ട്
വിജയകരമായി മുന്നേറുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഈ വർഷമെങ്കിലും 2025 തുടങ്ങുമ്പോഴെങ്കിലും സിനിമകൾ എടുക്കുമ്പോൾ അത് വളരെയധികം ആലോചനയിലും വളരെയധികം മാർക്കറ്റിംഗ് കണ്ടെത്തിയും നടത്തിയെടുത്താൽ ആ നിർമ്മാതാവിന്റെ കീശ ചോരാതെയിരിക്കും. ഇനി അതുമാത്രമല്ല, മലയാള സിനിമയ്ക്കുന്ന ഒരു ലോക മാർക്കറ്റ് തന്നെ തുറന്നിട്ടിട്ടുണ്ട്. ഈ മാർക്കറ്റ് ആരും ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഉപയോഗപ്പെടുത്തുന്ന ആളുകളൊക്കെ തന്നെ ആകട്ടെ പണം കൊയ്യുകയും ചെയ്യുന്നു. അതുകൊണ്ട് മലയാള സിനിമയ്ക്ക് മലയാളികൾ ഉള്ളിടത്തോളം കാലം സിനിമയ്ക്ക് കാലമുണ്ട്. പക്ഷേ ഈ രീതിയിൽ പോയാൽ മലയാള സിനിമയ്ക്ക് ഓരോ വർഷവും 1000 കോടിയും 500 കോടിയും 800 കോടിയും ഒക്കെ നഷ്ടത്തിലായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് മുന്നോട്ടുള്ള പോക്ക് എന്നുള്ള കാര്യം നിർമ്മാതാക്കൾ ആലോചിക്കണം. എൻ്റെ ഒരു കണക്കുകൂട്ടൽ അനുസരിച്ചാണെങ്കിൽ 2025 ഇപ്പോഴിറങ്ങിയതിൻ്റെ പകുതി സിനിമകൾ മാത്രമേ റിലീസാവാൻ സാധ്യതയുള്ളൂ. കാരണം ഒരുമാതിരി നല്ല നിർമ്മാതാക്കളെല്ലാം മലയാള സിനിമയിൽ നിന്നും മാറി നിൽക്കുന്നു. വരുന്നതെല്ലാം മൾട്ടിനാഷണൽ കമ്പനികളും പുതിയ നിർമ്മാതാക്കളും. പുതിയ സിനിമകൾ നിർമ്മിക്കുന്നത് കൂടുതലുമാകട്ടെ നടന്മാരും ടെക്നീഷ്യന്മാരും അവരുൾപ്പെടുന്ന ചില ഗ്രൂപ്പുകളും മാത്രം.